ഇന്ത്യയിലെ യുവാക്കൾക്ക് ഏറ്റവും ശത്രുതയുള്ള പ്രധാനമന്ത്രിയാണ് മോദി. പാറ്റ പാർട്ടി പ്രതിഷേധം അടിച്ചൊതുക്കിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്ത്. ഇന്ത്യയിൽ കൂടുതൽ അപകടകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും നടത്തുന്നത്. അതിന്റെ തെളിവായി തന്നെ അവിടെ പാറ്റാക്കൂട്ടങ്ങൾക്കൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഇന്ത്യക്ക് നേരെ ഒളിയമ്പെയ്യുകയാണ്. ഈ വിഷയത്തിൽ അവിടെ ഊതിപ്പെരുപ്പിച്ച്, അതായത് ഇത്തരത്തിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് മോദിക്കെതിരെ വാളെടുക്കാനുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. കേന്ദ്രത്തിൽ നിന്നും മോദി ഭരണം ഇല്ലാതാക്കിക്കൊണ്ട് ആ കസേര തനിക്ക് സ്വന്തമാക്കാമെന്ന വ്യാമോഹം പോലും ഇവിടെ രാഹുൽ ഗാന്ധി വെച്ചു പുലർത്തുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടി ആകട്ടെ CJP പാർട്ടി നടത്തിയ മാർച്ചിൽ അവിടെ ഉണ്ടായ ആക്രമണങ്ങളെയും നിയമലംഘനങ്ങളെയും ന്യായീകരിക്കുവാനും അതിലൂടെ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇവിടെ രാഹുൽ ഗാന്ധി നടത്തുന്നത്. ഡൽഹിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ച പ്രക്ഷോഭകരെ പ്രതിഷേധിച്ച പോലീസ് നടപടിയെ അവിടെ ജനാധിപത്യ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുവജന വിരുദ്ധ പ്രധാനമന്ത്രി എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെയാണ് ജന്തർ മന്ദിറിൽ അവിടെ 50-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കാൻ ഇടയാക്കിയ ആക്രമണ സംഭവങ്ങളെ തന്നെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ രംഗത്ത് വന്നത്. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്നും എന്നാൽ സർക്കാർ ക്രിമിനലുകളെ പോലെയാണ് എന്നതാണ് കുട്ടികളോട് പെരുമാറുന്നതെന്നതും രാഹുൽ അഭിപ്രായപ്പെടുന്നുണ്ട്. നീറ്റ് പരീക്ഷാ വിവാദങ്ങളുടെ പേരിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് അവിടെ ഇക്കാര്യങ്ങൾ സാധിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ രാജി ആവശ്യപ്പെടാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്നും മുൻകാലങ്ങളിലെ പരീക്ഷാ ക്രമക്കേടുകളുടെ ഇരകൾ വിദ്യാർത്ഥികളാണ് എന്നതാണ് ഇവിടെ പ്രസ്താവനയിൽ രാഹുൽ ആരോപിക്കുന്നത്. ചോദ്യപേപ്പർ ചോർത്തിയ യഥാർത്ഥ കുറ്റവാളികൾ ആരും ശിക്ഷിക്കപ്പെടാതെ സ്വതന്ത്രരായി തന്നെ നടക്കുകയാണ് എന്നും ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളെ പോലീസ് മർദ്ദിക്കുകയാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. എന്നാൽ ഈ വിഷയത്തിൽ പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ തയ്യാറാവുകയും കേന്ദ്രമന്ത്രി JP നദ്ദയുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് CJP പ്രതിനിധികളുമായും സുതാര്യമായ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു രാഹുൽ ഗാന്ധി ഇത്തരമൊരു പ്രകോപനകരമായ പ്രസ്താവന നടത്തുന്നത്. പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ സഭ സുഗമമായി നടത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുവാനും പോലീസ് ഉദ്യോഗസ്ഥരെ ബോധപൂർവം ആക്രമിച്ച അക്രമകാരികൾക്ക് രാഷ്ട്രീയ പരിരക്ഷ നൽകുവാനും പ്രതിപക്ഷ നേതാവ് ഇവിടെ ഈ ഒരു പദവി, അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി ദുരുപയോഗം ചെയ്യുകയാണ് എന്ന വിമർശനം വളരെ ശക്തമായി തന്നെ ഉയരുകയാണ്. നേരത്തെ വയനാട് MP പ്രിയങ്ക ഗാന്ധി അവിടെ പ്രതിഷേധകർക്കെതിരായ പോലീസിന്റെ നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിലവർ കണ്ണീർ വാതകം ഷെല്ലുകൾ പ്രയോഗിക്കുകയും ബലം പ്രയോഗം നടത്തുകയും ചെയ്തു. ഞങ്ങൾ എല്ലാവരും ഒരു ചർച്ച ആവശ്യപ്പെടുകയാണ്. വിദ്യാഭ്യാസ നയത്തിൽ പ്രധാന പ്രശ്നങ്ങളും ഉണ്ട്, എന്നിട്ട് പോലും അത് ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ പകരം നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യങ്ങളാണ് ഇവിടെ പ്രിയങ്കയാകട്ടെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാളെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.